നിങ്ങളെപ്പോലെ തന്നെ എനിക്കും പോളോ GT TSI വലിയ ഇഷ്ടമാണ്. നമ്മളൊരു ജർമ്മൻ കാറിലേക്ക് കാലെടുത്ത് വെക്കാനായിട്ടുള്ള ഏറ്റവും നല്ല സ്റ്റെപ്പുകളിലൊന്നാണ്. വളരെ കോമ്പാക്റ്റ് ഉള്ളൊരു വണ്ടി, അത്യാവശ്യം അഫോർഡബിൾ ആണ്, പാർട്സും മെയിൻ്റനൻസ് ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല, ഒരുവിധം ഫണ്ടൊക്കെ നമുക്ക് കിട്ടും. പ്രോബ്ലം എന്ന് പറയുന്നത് അതിൻ്റെ റീസെയിൽ വാല്യൂ ആണ്. ഇറ്റ് ജസ്റ്റ് ഡസൻറ്റ് സീം ടു ഡിപ്രീഷിയേറ്റ് അറ്റ് ഓൾ. ഒരു 6-7 ലക്ഷം രൂപ വേണം നമ്മളൊരു 80,000-90,000 കോടിയ വണ്ടി മേടിക്കണം എന്നുണ്ടെങ്കിൽ. പലരും ആ ഒരു വണ്ടിക്ക് അതിലും കൂടുതലൊക്കെ ചോദിക്കുന്നുണ്ട്. ബ്രാൻഡ് ന്യൂ ഉണ്ടായിരുന്നതിലും വിലയൊക്കെ ചോദിച്ചവരുണ്ട്. എനിക്കറിയാവുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ലാസ്റ്റ് പോയിന്റിൽ പോയിട്ട് ഒരു GT TSI മേടിച്ച് പുള്ളി പിന്നെ ഒരു 1 ഇയറോളം ഉപയോഗിച്ചു. ആൻഡ് ആ ഒറിജിനലി മേടിച്ചതിലും കൂടുതൽ കാശിന് പുള്ളി അത് വിൽക്കുകയും ചെയ്തിട്ടുണ്ട്. 1 ലിറ്റർ TSI ഇറങ്ങിയപ്പോഴത്തേക്കും 1.2 TSIക്കും DSGക്കൊക്കെ ഭയങ്കരമായിട്ട് ഡിമാൻഡ് കയറി. അങ്ങനെ GT തന്നെ ചോദിച്ച് നടക്കുന്ന പിള്ളേരുണ്ട്. അങ്ങനെ ആരോ വന്നു ആൻഡ് ഹി സോൾഡ് ഇറ്റ് ഫോർ എ പ്രോഫിറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂസ് ബൈ എന്നുള്ള രീതിയിൽ നമുക്ക് ആ വണ്ടി അത്രയ്ക്ക് അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം പ്രൈസസ് ആർ സ്റ്റിൽ ഓൺ ദ ഹയർ സൈഡ്. നമുക്ക് ആസ് എന്തൂസിയാസ് നമുക്കൊരു വണ്ടിക്ക് ഒരു വാല്യൂ നമുക്ക് തോന്നൂല. ബട്ട് ദർ ഇസ് എ വേ ടു ഹാക്ക് ദ സിസ്റ്റം. നിങ്ങൾക്ക് GT TSI തന്നെ വേണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഹാവ് ദ സെയിം എഞ്ചിൻ, സെയിം ഗിയർ ബോക്സ്, സെയിം എവറിത്തിങ്, ബട്ട് ഇൻ എ ബെറ്റർ പാക്കേജ്, ആൻഡ് ദാറ്റ് ഈസ് ദ വെൻഡോ 1.2 TSI. വെൻഡോ ഇറങ്ങിയ സമയത്ത് 2.5 lakhs കൂടുതൽ എക്സ്പെൻസീവ് ആയിരുന്നു ഇക്വലൻ പോളോനയിലും. പക്ഷേ ഇപ്പോൾ താങ്ക്സ് ടു ഡിപ്രീസിയേഷൻ 2.5-3 lakhs ഒക്കെ ചീപ്പറാണ്. കഴിഞ്ഞ തവണ നമ്മൾ ലീനിയ ടി-ജെറ്റ് ഓടിച്ച സമയത്ത് നമ്മൾ പറഞ്ഞു പുണ്ടോ ബാർത്ത് മേടിക്കാൻ വേണ്ടി അത്രയും പ്രീമിയം ഒന്നും കൊടുക്കേണ്ടതായില്ല, യു ക്യാൻ ബൈ ദാറ്റ് കാർ ഫോർ എ ഫ്രാക്ഷൻ ഓഫ് ദ പ്രൈസ് എന്ന് പറഞ്ഞു. അതേ ബോംബ് തന്നെയാണ് ഈ ഒരു എപ്പിസോഡിലും. യു ക്യാൻ ബൈ എ വെൻഡോ 1.2 TSI ഫോർ ഹാഫ് ദ പ്രൈസ് ഓഫ് എ പോളോ GT TSI ആൻഡ് ഹാവ് ആസ് മച്ച് ഫൺ വിത്ത് ഇറ്റ്. വെൽക്കം ടു കണ്ടന്റ് വിത്ത് കാഴ്സ്. ആൻഡ് പോളോ GT TSI പോലെ തന്നെ യു ഗെറ്റ് ദ സെയിം എഞ്ചിൻ, സെയിം ഗിയർ ബോക്സ്, പക്ഷേ കുറേ കൂടി ഇൻറ്റീരിയർ സ്പേസ് കിട്ടും, കുറേ കൂടി ബെറ്റർ ബാക്ക് സീറ്റ് കിട്ടും, വലിയൊരു ബൂട്ട് കിട്ടും. ആൻഡ് ഈ ഒരു ടെറാ ബീച്ച് കളറിൽ ഈ ഒരു ലേക്ക് സൈഡ് 15-inch അലോയ്സ് ഒക്കെ ഉള്ള ഈ ഒരു സ്പെക്കിൽ ഇറ്റ് ലുക്സ് ലൈക്ക് എ പ്രോപ്പർ അമ്മാവൻ സ്പെക്ക് വണ്ടി. അപ്പോൾ അതുകൊണ്ട് ആരും നമ്മൾ ജഡ്ജ് ചെയ്യാൻ കൂടി ഇല്ല. പോളോ GT TSI ഒക്കെ ഓടിച്ചിറക്കണ ഒരു ഏജ് ഒക്കെ കഴിഞ്ഞ ആൾക്കാർക്ക് ദിസ് ഈസ് മച്ച് മോർ ഏജ് അപ്രോപ്രിയേറ്റ്. ആരും ക്വസ്റ്റ്യൻ ചെയ്യാൻ കൂടി ഇല്ല. ഓഫ് കോഴ്സ് ദ ഹാച്ച്ബാക്ക് ഈസ് കൂളർ. പക്ഷേ എന്നാലും ആ ഒരു വണ്ടിയുടെ ഹാഫ് പ്രൈസിന് നമുക്കിത് വാങ്ങിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഐ റിയലി വുഡ് ഇൻ മൈൻഡ്. ഞാൻ ഇത് വാങ്ങിച്ചില്ല, പക്ഷേ ഐ ഡിഡ് ദ നെക്സ്റ്റ് ബെസ്റ്റ് തിങ്. നമ്മുടെ വണ്ടിപ്രാന്തൻ എന്ന് പറയുന്ന ചാനലിലെ രാകേഷിനെ കൊണ്ട് അവൻ്റെ ഫിഗോ കൊടുപ്പിച്ച് പകരം ഇത് ഞാൻ വാങ്ങിപ്പിച്ചു. പല മിഷണറീസും പല രാജ്യങ്ങളിലൊക്കെ പണ്ട് പോയിട്ട് മതപരിവർത്തനം നടത്തണ പോലെ ഒരാളെയും കൂടി ഞാൻ ജർമ്മൻ കാറിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. ആൻഡ് യു നോ വൺസ് യു ഗെറ്റ് ദർ ഈസ് നോ ഗോയിങ് ബാക്ക്. അങ്ങനെ വണ്ടിപ്രാന്തൻ ഇനി ജർമ്മൻ വണ്ടിപ്രാന്തനായി തുടരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തായാലും നമുക്ക് ഈ വണ്ടിയുടെ ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. വെൻഡോ എന്ന് പറയുന്നത് ഒരു മാർക്ക് 5 പോളോൻ്റെ സെഡാൻ വേർഷനാണ്. PQ25 എന്നാണ് ഈ ഒരു പ്ലാറ്റ്ഫോം അറിയപ്പെടുന്നത്. P എന്ന് പറയുന്നത് പാസഞ്ചർ കാർ ആണെന്നുള്ളത്, Q എന്ന് പറയുന്ന ട്രാൻസ്ഫേഴ്സ് എഞ്ചിനാണ്, 2 എന്ന് പറയുന്ന സൈസ് ഓഫ് ദ കാർ, ആൻഡ് 5 എന്ന് പറയുന്നത് ആ ഒരു ജനറേഷനാണ്. A05 എന്നുള്ളതാണ് ശരിക്കും വെൻഡോൻ്റെ ശാസ്ത്രീയ നാമം. നമുക്ക് ഈ ഒരു വണ്ടി പല ഫോമിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. യൂറോപ്പിൽ റാപ്പിഡ് എന്ന് പറഞ്ഞ് വിറ്റുണ്ട്, ഇന്ത്യൻ റാപ്പിഡും ഉണ്ട്. യൂറോപ്പിലെ റാപ്പിഡ് കുറച്ചുകൂടി ഡിഫറൻ്റ് ആയിരുന്നു. പിന്നെ ഫോക്സ്വാഗൻ്റെ സന്റാന എന്ന് പറയുന്ന വണ്ടി, സിയറ്റിൻ്റെ ടൊളീഡോ എന്ന് പറയുന്ന വണ്ടി, അതുപോലെ തന്നെ ചൈനീസ് മാർക്കറ്റിൽ ജെറ്റ എന്ന് പറഞ്ഞിട്ടും ഈ ഒരു വണ്ടി അവർ സെല് ചെയ്തിട്ടുണ്ട്. വെൻഡോ എന്ന് പറയുന്നത് ശരിക്കും ഒരു വിൻഡ് എന്നാണ് അർത്ഥം. ഫോക്സ്വാഗൻ്റെ മറ്റ് പേരുകൾ പോലെ തന്നെ ജെറ്റ, പസാറ്റ്, ഷിറോക്കോ എന്നൊക്കെ പറയുന്ന പോലെ വിൻഡ് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഈ ഒരു വണ്ടിക്കും പേര് വന്നേക്കുന്നത്. പോളോ സെഡാൻ എന്നാണ് പല മാർക്കറ്റ്സിലും അറിയപ്പെടുന്നത്. പക്ഷേ ഇന്ത്യയിൽ ദേ റീഇൻട്രൊഡ്യൂസ് ദ നെയിം വെൻഡോ. പണ്ട് 92-ൽ പഴയ മാർക്ക് 3 ജെറ്റയ്ക്കൊക്കെ അവർ യൂസ് ചെയ്തിരുന്ന ഒരു പേരാണ് വെൻഡോ എന്നുള്ളത്. അവർ ഈ ഒരു വണ്ടിക്ക് വേണ്ടിയിട്ട് അത് റിവൈവ് ചെയ്തു. ഇത് ഇന്ത്യയിലുള്ള മറ്റ് സെഡാനുകൾ പോലെ തന്നെ ഒരു ഡെവലപ്പിംഗ് മാർക്കറ്റ് സ്പെക്ക് വണ്ടിയായിട്ടാണ് നമുക്ക് അർജന്റീനയിലും മെക്സിക്കോയിലും റഷ്യയിലൊക്കെ വിൽക്കാൻ വേണ്ടി ഡെവലപ്പ് ചെയ്തൊരു വണ്ടിയാണ്. ആൻഡ് ഇതിൻ്റെ ടെസ്റ്റിംഗ് കുറേയൊക്കെ ഇന്ത്യയിലായിരുന്നു. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അവർ ഫോർഡായിട്ട് ഡിസ്ഗൈസ് ചെയ്തിട്ടാണ് ഈ വണ്ടികളൊക്കെ ടെസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ പ്രോട്ടോടൈപ്സ് ഒക്കെ കണ്ടിട്ട് പലരും ഫോർഡാണെന്നൊക്കെ തെറ്റിദ്ധരിച്ചൊരു കാലം ഉണ്ടായിരുന്നു. 60% ആയിരുന്നു ഇത് ഇറങ്ങിയ സമയത്ത് ഇതിൻ്റെ ലോക്കലൈസേഷൻ. അതുപോലെ തന്നെ ഫോക്സ്വാഗൻ്റെ മാനുഫാക്ചറിങ് സ്റ്റേജിൽ ഇതിൻ്റെ ബോഡിക്ക് ഒരു പാർഷ്യൽ ഗാൽവനൈസിങ്, കുറച്ചൊരു സിങ്കിൻ്റെ ഒരു കോട്ടിംഗ് ഒക്കെ പല ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കാര്യമായിട്ടുള്ള റസ്റ്റിംഗ് ഇഷ്യൂസ് ഒന്നും ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഇല്ല. ഇപ്പോൾ നമ്മൾ ഇടിച്ച് റിപ്പയർ ചെയ്ത വണ്ടി അല്ലാന്നുണ്ടെങ്കിൽ തുരുമ്പൊന്നും വരേണ്ട കാര്യം പോലും ഇല്ല. ഇതിൻ്റെ അടിയൊക്കെ ടോട്ടലി ക്ലീൻ ആണ് ഈ ഒരു വണ്ടിയുടെ. ഡിസൈൻ എല്ലാം ഇൻ ഹൗസ് ആണ്. ദേ യൂസ് ദ പോളോ ആസ് എ ബേസ് ആൻഡ് കുറേ കൂടിയും വീൽ ബേസ് സ്ട്രെച്ച് ചെയ്തു. ആൻഡ് ഈ ഒരു സെഡാൻ ഫോമിലോട്ട് മാറ്റി ബാക്കിലത്തെ ക്വാർട്ടർ ഗ്ലാസിൻ്റെ ഷേപ്പൊക്കെ കുറേ കൂടി ഡിഫറെൻ്റ് ആക്കി, ഒരു കർവി റൂഫ് ലൈൻ കൊടുത്തു. ആൻഡ് ഇറ്റ് ലുക്സ് ദ പാർട്ട്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ സെഡാനായിട്ട് തന്നെ സ്റ്റാർട്ടിംഗ് തൊട്ട് ഡെവലപ്പ് ചെയ്തൊരു വണ്ടി പോലെയാണ് നമുക്കത് കാണുമ്പോൾ തോന്നുക. പോളോ ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു ഫ്രണ്ട് എൻഡിലെ സിമിലാരിറ്റി തോന്നുന്നല്ലാതെ
അതർവൈസ് ഇറ്റ് ലുക്സ് ലൈക്ക് ഒരു പ്രോപ്പർ വണ്ടിയായിട്ട് തന്നെയാണ് തോന്നുന്നത്. ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാലും ഇറ്റ്സ് വെരി വെൽ പുട്ട് ടുഗെദർ. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഡാഷ്ബോർഡൊക്കെ തന്നെയാണ്, പോളോയിലുള്ള സെയിം ഡാഷും ഇതൊക്കെ തന്നെയാണ്, സെയിം സെൻറ്റർ കൺട്രോളും അതുപോലെ തന്നെ ആ സ്റ്റിയറിങ്ങും ഗേജ് ക്ലസ്റ്ററും ഒക്കെ നമുക്ക് വളരെ ഫെമിലിയർ ആണ്. ഇവിടെ ഒരു RCD 320 ഓഡിയോ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. സീറ്റ്സ് ആർ റിയലി കംഫർട്ടബിൾ. ഈ ഒരു പാസഞ്ചർ സീറ്റിന് നമുക്ക് ബോസ് മോഡ് വന്നിട്ടുണ്ട്. ഫോക്സ്വാഗൻ അന്ന് ആദ്യമായിട്ട് സെഗ്മെന്റ് ഫസ്റ്റ് ഫീച്ചറായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്താണ്. നമുക്ക് ഇവിടെ ഒരു ലിവർ കൊടുത്തിട്ടുണ്ട് സീറ്റിനെ ഫ്രണ്ടിലേക്ക് സ്ലൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ വേറൊരു വ്യത്യാസം, ഇതിന് ബാക്കിൽ AC വെൻസ് ഉണ്ട്, പോളോനില്ല, വെൻറ്റോന് മാത്രമേ വെൻറ്റുള്ളൂ. ഇവിടെ ഒരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് ശരിക്കും ഒരു എക്കണോമിക് ഡിസാസ്റ്റർ ആണ്, കാരണം നമുക്ക് ഹാൻഡ് ബ്രേക്ക് മര്യാദയ്ക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ദിസ് ഗെറ്റ്സ് ഇൻ ദ വേ. അതുപോലെ കുറച്ച് കോസ്റ്റ് കട്ടിംഗ് മെഷേഴ്സ് ഒക്കെ കാണാൻ പറ്റും. ജനറൽ ക്വാളിറ്റി ഒക്കെ ഒരു ഫോക്സ്വാഗൻ വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു സ്റ്റെപ്പ് ഡൗൺ ആണ്. ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് ബിറ്റ് ഉള്ളത്, ബൂട്ട് റിലീസിന് വേണ്ടിയിട്ടുള്ള ബട്ടൺ എന്ന് പറയുന്നത് ശരിക്ക് ബാക്കിലത്തെ പവർ വിൻഡോ ബട്ടൺ തന്നെയാണ്. അതൊരു റീപർപ്പസ് ചെയ്ത് ഇവിടെ കൊടുത്തേക്കാണ്. ബാക്ക് സീറ്റ് കംഫർട്ടബിൾ ആണ്. ബാക്ക് റെസ്റ്റിൻ്റെ ആംഗിളൊക്കെ കുറച്ച് അപ്രൈറ്റ് ആണ്, പക്ഷേ എന്നാലും യു ക്യാൻ ബി കംഫർട്ടബിൾ ദെയർ. ആകെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് മിഡിൽ പാസഞ്ചറിന് ഹി ഹാസ് ടു ലിവ് വിത്ത് ദാറ്റ് ട്രാൻസ്മിഷൻ ടണൽ. അതൊരു PQ24 പ്ലാറ്റ്ഫോമിൻ്റെ കുഴപ്പമാണ്. ഇതിന് മുന്നുണ്ടായിരുന്ന പ്ലാറ്റ്ഫോമാണ്. ഇറ്റ് വാസ് ഡിസൈൻ ഫോർ ഓൾ വീൽ ഡ്രൈവ്. ഈ ഒരു വണ്ടിക്ക് ഒരിടത്തും ഓൾ വീൽ ഡ്രൈവ് വന്നിട്ടില്ല, പക്ഷേ എന്നാലും PQ25ലും അവർ ആ ഒരു ട്രാൻസ്മിഷൻ ടണൽ കളഞ്ഞിട്ടില്ല. അതർവൈസ് ബാക്ക് സീറ്റ് വലിയ കുഴപ്പമൊന്നുമില്ല, കംഫർട്ടബിൾ ആണ്. നമുക്ക് ആവശ്യത്തിനൊരു എയറി ഫീലിംഗ് ഒക്കെ ഉണ്ട്. ആ ഒരു ക്വാർട്ടർ ഗ്ലാസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇറ്റ് ലെറ്റ്സ് ഇൻ എ ലോട്ട് ഓഫ് ലൈറ്റ്. ബൂട്ട് സ്പേസും വളരെ നല്ലതാണ്. 480 ലിറ്റേഴ്സ് ഉണ്ട്. സോ യു ഗെറ്റ് എ ഡീസൻറ്റ് ഫാമിലി കാർ ഇൻ ദ വെൻഡോ 1.2 TSI. ഫോക്സ്വാഗൻ ഈ വണ്ടി ഇറങ്ങിയ സമയത്ത് ഇത് അഡ്വർടൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപയാണെന്ന് സ്പെൻഡ് ചെയ്തിരുന്നത്. അന്നത്തെ ന്യൂസ് പേപ്പറിൽ വന്ന് ഇന്നൊരു ആഡ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ബാക്ക് പേജ് തുറക്കുമ്പോൾ തന്നെ സംസാരിക്കാൻ തുടങ്ങും, ദ ന്യൂ ഫോക്സ്വാഗൻ വെൻഡോ എന്നൊക്കെ പറയും. ടൈംസ് ഓഫ് ഇന്ത്യയുടെ ബാക്ക് പേജ് ആയിരുന്നു അന്ന്. അത് ആൾക്കാരൊക്കെ കണ്ടിട്ട് വലിയ ചർച്ചാ വിഷയമായിരുന്നു. അന്നത്തേക്ക് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള, വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു അഡ്വർടൈസ്മെൻ്റ് ആയിരുന്നു അത്. അതേപോലെ തന്നെ ഒരു TV-യിൽ യൂസ് ചെയ്തിരുന്ന ഒരു ആഡ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു വൈഡ് വീലൊക്കെ ഇട്ടിട്ട് കുറച്ച് വലിയ സ്പേസേഴ്സൊക്കെ ഇട്ടൊരു വെൻഡോ, കുറച്ച് ലോവർ ചെയ്ത പോലത്തെ ഒരു ലുക്കിൽ ഓടിപ്പോകണം. അന്ന് അത്ര ശ്രദ്ധിച്ചിട്ടില്ല ആൾക്കാർ. പക്ഷേ ആ ഒരു ആഡിൽ ആൾക്കാർ കരയണമായിട്ടാണ് കാണിക്കുന്നത്. ഫാക്ടറി വർക്കേഴ്സും എഞ്ചിനീയേഴ്സൊക്കെ ഈ ഒരു വണ്ടി അവർ അത്രയും കഷ്ടപ്പെട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് അത് കൊണ്ടുപോകുന്നതിൻ്റെ വിഷമം എന്നുള്ള രീതിയിൽ ലാസ്റ്റ് സീനിൽ ഒരാൾ പ്ലീസ് ടേക്ക് കെയർ ഓഫ് ഇറ്റ്, വിൽ യു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഫോക്സ്വാഗൻ നമുക്കൊരു വാണിംഗ് തന്നാണ്. കാരണം നല്ല രീതിയിൽ കെയർ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ കരയണ നമ്മളായിരിക്കും. എന്തായാലും നമുക്ക് ഇതിൻ്റെ കെയർ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയിട്ട്, വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ പറയാം. മെയിനായിട്ട് ഇതൊരു ടർബോ ചാർജ് ഡ്യുവൽ ക്ലച്ച് ഫോക്സ്വാഗൻ ആയതുകൊണ്ട് ഇതിൽ കേടാവുന്ന മെയിൻ സാധനങ്ങൾ ടർബോ ചാർജ് എഞ്ചിനും ഡ്യുവൽ ക്ലച്ചുമാണ്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ ഡ്യുവൽ ക്ലച്ച് ഗിയർ ബോക്സ് ആണ്. ഫോക്സ്വാഗൻ DSG എന്ന് വിളിക്കുന്ന ആ ഒരു ഗിയർ ബോക്സ് ആണ്. അതിൽ DQ200 എന്ന് പറയുന്നതാണ് ഇതിൽ വരുന്ന വേർഷൻ. 7 സ്പീഡാണ്. പണ്ട് വളരെയധികം പേടിയായിരുന്നു എല്ലാവർക്കും DQ200 ഒക്കെ കേടാവുന്ന കുറേ സ്റ്റോറീസൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ പലർക്കും അത് റിപ്പയർ ചെയ്യാനൊക്കെ അറിയാം. അപ്പോൾ പുറത്തുള്ള പല വർക്ക്ഷോപ്പിലൊക്കെ അത് ചെയ്യും. യൂഷ്വലി കണ്ടുവരുന്ന കംപ്ലയിൻറ്റ് എന്ന് പറയുന്നത് ഒന്ന് ക്ലച്ച് പാക്ക് വെയർ ഔട്ട് ആവുന്നതാണ്, വിച്ച് ഈസ് എ കോമൺ തിങ്. കാരണം ഏതൊരു ഗിയർ ബോക്സിലെയും പോലെ ഇപ്പോൾ മാനുവൽ ആയാലും MT ആയാലും ഒക്കെ ആ ഒരു വെയർ ആൻഡ് ടയർ ഐറ്റമാണ് ഇതിലെയും ക്ലച്ച് പാക്ക്. അത് മാറാൻ വേണ്ടിയിട്ട് റഫ്ലി നമുക്കൊരു 35,000 അടുത്ത് കോസ്റ്റ് വരും. ചില കേസുകളിൽ അതിൻ്റെ കൂടെ ഫ്ലൈ വീലും മാറേണ്ടി വരും. ചില കേസുകളിൽ ഇതിൻ്റെ മെക്കാട്രോണിക്സ് കേടാവും. മെക്കാട്രോണിക്സ് എന്ന് പറഞ്ഞാൽ അതിനെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ സിസ്റ്റംസ് ആണ്. അത് കേടായി കഴിഞ്ഞാലും ഏകദേശം ഒരു 35,000 രൂപയോളൊക്കെ വരും. പണ്ട് കാലത്ത് എല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു, ഗിയർ ബോക്സ് കേടായി ഒന്നും ചെയ്യാൻ പറ്റില്ല, നേരെ റീപ്ലേസ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ ബില്ലും വാറണ്ടി പീരീഡിലുള്ള റീപ്ലേസ്മെൻ്റ് ഒക്കെ കണ്ടിട്ടാണ് ആ ഒരു ഹൊറർ സ്റ്റോറീസൊക്കെ ഇറങ്ങുന്നത്. പക്ഷേ ഇന്ന് ഇപ്പോൾ പലർക്കും പല വർക്ക്ഷോപ്പുകാർക്കൊക്കെ പണിയാനറിയാം. അപ്പോൾ അതുകൊണ്ട് വലിയ ഒരു പേടിക്കേണ്ട കാര്യമല്ല. പക്ഷേ എന്നാലും വണ്ടി വാങ്ങിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, കറക്റ്റായിട്ട് ഷിഫ്റ്റ് ചെയ്യണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക, വേറെ ജഡറിങ് ഒന്നും ഇല്ല എന്നുള്ളത് നോക്കുക, ലോ ഗിയേഴ്സിൽ എസ്പെഷ്യലി. അതുപോലെ തന്നെ സ്റ്റോളിങ്ങും അങ്ങനത്തെ ഒന്നും വരുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഈ മെക്കാട്രോണിക്സ് കംപ്ലൈൻ്റ് ആയ വണ്ടി റിവേഴ്സ് ഗിയർ വീഴില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിന് ശേഷം വണ്ടി ഒന്ന് വാമപ്പ് ആയതിന് ശേഷം റിവേഴ്സൊക്കെ വീഴുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അതുപോലെ തന്നെ തേർഡ് ടു സെക്കൻഡ് ഒക്കെ ഷിഫ്റ്റ് ചെയ്യുമ്പോഴൊന്നും വേറെ എക്സ്ട്രാ ജോൾട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ കോമൺ ആയിട്ട് കാണുന്ന വേറൊരു സംഭവം ഇതിൻ്റെ സ്റ്റിയറിംഗ് റാക്കാണ്. EPS ആണ്, പക്ഷേ അതിൻ്റെ ആ റാക്ക് ഇടയ്ക്ക് കംപ്ലൈൻ്റ് ആവും, ചെറിയൊരു കടകട സൗണ്ട് വരും. അതുപോലെ തന്നെ ടേൺ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഒരു റെസിസ്റ്റൻസ് നമുക്ക് തോന്നും, സ്റ്റിയറിംഗ് കുറച്ച് ഹെവി ആയ പോലെ തോന്നും, സെൽഫ് സെൻറ്ററിങ് കുറച്ച് കുറഞ്ഞ പോലെ തോന്നും. ദാറ്റ് ഓൾ പോയിൻറ്റ്സ് ടു ഫെയിലിംഗ് റാക്ക്. വലിയ എക്സ്പെൻസീവ് അല്ല, 11,000 അടുത്തെങ്ങാണ്ടോ കോസ്റ്റ് വരുള്ളൂ. ഈ ഒരു വണ്ടിയിൽ കിട്ടിയപ്പോൾ തന്നെ അത് മാറിയിട്ടുണ്ട്. സോ നൗ ഇറ്റ്സ് റിയലി ഗുഡ് ടു ഡ്രൈവ്. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് കോയിൽ പാക്സ് ആണ്. നമുക്ക് ഐഡ്ലിംഗ് കുറച്ച് റഫായിട്ട് തോന്നുന്നത്, അതുപോലെ ചെറിയ മിസ് ഫയറിംഗ് ഒക്കെ തോന്നുകയാണെങ്കിൽ ദാറ്റ് ഈസ് യുവർ കോയിൽ പാക്സ് ആൻഡ് സ്പാർക്ക് പ്ലഗ്സ്. അത് ഉടനെ റീപ്ലേസ് ചെയ്യാന്നുള്ളതാണ്. അതേപോലെ തന്നെ ടൈമിംഗ് സൈഡിൽ നിന്ന് പാക്കിങ്ങിൻ്റെ അവിടെ നിന്നൊക്കെ വല്ല ലീക്ക് ഉണ്ടോ എന്നുള്ളത് നോക്കുക. ചില വണ്ടികളിൽ ഓയിൽ കൂളറിൻ്റെ അവിടെയൊക്കെ ചെറിയ ലീക്കൊക്കെ തുടങ്ങുന്നുണ്ട്. മോസ്റ്റ്ലി ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്.
പിന്നുള്ള റെഗുലർ മെയിൻ്റനൻസ് ആണ്. ടൈമിംഗ് ചെയിൻ്റെ അവിടെ നിന്ന് സൗണ്ട് വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കുക. കോൾഡ് സ്റ്റാർട്ടിൻ്റെ സമയത്തൊക്കെ വല്ല റാറ്റ്ലിംഗ് ഉണ്ടെങ്കിൽ അത് മാറുക. അതുപോലെ തന്നെ വാട്ടർ പമ്പ് അങ്ങനത്തെ യൂഷ്വൽ മെയിൻ്റനൻസ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ ചെയ്യുക. ഇഫ് യു ഡു ദാറ്റ്, ഇറ്റ്സ് എ റിയലി ഗ്രേറ്റ് എൻജിൻ. വെൻറ്റോ TSIയുടെ എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു 1.2 ലിറ്റർ ടർബോ ചാർജ് 4 സിലിണ്ടർ ആണ്. കപ്പാസിറ്റി വെച്ച് നോക്കുമ്പോൾ ചെറിയ എഞ്ചിനാണെന്ന് വിചാരിക്കും. കാരണം ആ സെഗ്മെൻറ്റിലുള്ള മറ്റു വണ്ടികൾക്കൊക്കെ ഒരു 1.5 1.6 ഒക്കെ ഉള്ള സമയത്താണ് ഇത് വെറും 1.2 ലിറ്റേഴ്സ് ഉള്ളൂ എന്നുള്ളത്. പക്ഷേ ദ ടർബോ മേക്സ് ഓൾ ദ ഡിഫറൻസ്. ഒരു കമ്പാരിസന് വേണ്ടിയിട്ട് ഇതിന് മുന്നേ ഉണ്ടായിരുന്ന 1.6 വെൻറ്റോനയിലും 20 Nm ടോർക്ക് കൂടുതലുണ്ട്. ദിസ് ഹാസ് 175 Nm ടോർക്ക്. ആൻഡ് ആ ഒരു ടോർക്ക് നമുക്ക് 1500 to 4100 RPM ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ദിസ് ഹാസ് 105 bhp, അതൊരു 5000 RPM അടുത്താണ് കിട്ടുന്നത്. ആൻഡ് അത് മാച്ച് ചെയ്യാവുന്ന പോലത്തെ ഒരു ഗിയർ ബോക്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇറ്റ്സ് വെരി എനർജറ്റിക്. നമുക്ക് ഫാസ്റ്റ് ആയിട്ടൊക്കെ ഓടിക്കണമെന്നുണ്ടെങ്കിൽ ദ ഗിയർ ബോക്സ് ഈസ് റിയലി അപ് ടു ദ ജോബ്. അത് അപ്പ് ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റും ഒക്കെ വളരെ ഫാസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഒരു മാനുവൽ മോഡ് ഉണ്ട്. നമുക്ക് ഈ ഗിയർ ലിവർ ലെഫ്റ്റിലേക്ക് സ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് ടു ഹാവ് സം കൺട്രോൾ. പക്ഷേ നമുക്ക് ഗിയേഴ്സ് ഹോൾഡ് ചെയ്യില്ല. ഇറ്റ് വിൽ അപ്പ് ഷിഫ്റ്റ് വെൻ ഇറ്റ് ഫീൽസ് ലൈക്ക്. അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ സ്പീഡിൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഓൾസോ ഡൗൺ ഷിഫ്റ്റ് ഫോർ യു. ഈ ഒരു വണ്ടിയിൽ നമുക്ക് പാഡൽ ഷിഫ്റ്റേഴ്സ് വേണം. അതേപോലെ തന്നെ കുറച്ചും കൂടിയും സ്പോർട്ടി സസ്പെൻഷൻ വേണം. കുറേ കൂടിയും ഗ്രിപ്പുള്ള ടയേഴ്സ് വേണം. ആൻഡ് ദാറ്റ്സ് ദ തിങ്. നമ്മൾ ഈ ഒരു ഫോക്സ് വാഗനിലേക്ക് കയറി കഴിഞ്ഞാൽ ദർ ഈസ് സോ മച്ച് ട്യൂണിങ് പൊട്ടൻഷ്യൽ ഔട്ട് ദർ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പലരും ഈ ഒരു വണ്ടിയിലേക്ക് പോകുന്നത്. ഇറ്റ്സ് സോ മച്ച് ഫൺ ടു ഡ്രൈവ് ആൻഡ് എഫിഷ്യൻറ്റും ആണ്. നമ്മൾ സൂക്ഷിച്ച് ഓടിച്ചു കഴിഞ്ഞാൽ ഒരു 16-17 ഈസി ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഹൈവേ ഡ്രൈവിംഗിൽ പ്രത്യേകിച്ചും, കാരണം ഈ 7th എന്ന് പറയുന്നത് വളരെ ടോൾ ആയിട്ടുള്ള റേഷ്യോ ആണ്. സോ യുവർ എഞ്ചിൻ ഈസ് ബെയർലി ടിക്കിംഗ് ഓവർ. അപ്പോൾ നമുക്ക് നല്ലൊരു ഫ്യൂൽ എഫിഷ്യൻസി ഹൈവേ ക്രൂസിങ് സമയത്തൊക്കെ നമുക്ക് കിട്ടും. പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ഒരു പവർ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നുള്ളതാണ്. ആൻഡ് ദാറ്റ് ഇസ് ഗുഡ് ബൈ ടു ദ ഫ്യൂൽ എഫിഷ്യൻസി. ശരിക്കും ഈ EA111 എഞ്ചിൻ എന്ന് പറയുന്നത് കുറച്ചൊരു ഡേറ്റഡ് ഡിസൈനാണ്. അതൊരു 90s 2000s ഉള്ള ഒരു എഞ്ചിനാണ്. അതിനോട് ടർബോ ചാർജർ വെച്ച് ഫോക്സ് വാഗൻ ഒന്ന് അഡാപ്റ്റ് ചെയ്തെന്നുള്ളൂ. 2015 അവരത് ഫേസ് ഔട്ട് ചെയ്തും കളഞ്ഞു. അപ്പോൾ അതായത് അത്രയും പഴയ എഞ്ചിനാണ്. ഇതിൻ്റെ റീപ്ലേസ്മെൻ്റ് ആണ് ഫോക്സ് വാഗൻ ആ ഒരു 1 ലിറ്റർ എഞ്ചിൻ വരുന്നത്. നമ്മുടെ EA211 എന്ന് പറയുന്നത് ഇപ്പോൾ വേർട്ടസിലും സ്ലാബിയിലുള്ള ആ ഒരു എഞ്ചിൻ. ഈ ഒരു എഞ്ചിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ ഹീറ്റ് സ്റ്റോക്കാണ്. നമ്മൾ കുറേ നേരം ഫാസ്റ്റായിട്ട് ഓടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പെർഫോമൻസ് കാര്യമായിട്ട് കുറയുന്നത് നമുക്ക് മനസ്സിലാവും. ദ മെയിൻ റീസൺ ബീയിങ് ദാറ്റ് ഇതിന് ഇൻലെറ്റ് എയർ ടെമ്പറേച്ചർ ഭയങ്കര കൂടുതലാണ്. ഇതിലൊരു ചാർജ് കൂളറാണ് യൂസ് ചെയ്യുന്നത്. സാധാരണ റെഗുലർ എയർ ടു എയർ ഇൻ്റർ കൂളർ അല്ല, പകരം കൂളൻ്റ് തന്നെ യൂസ് ചെയ്തിട്ടാണ് ആ ഒരു ഇൻലെറ്റ് എയർ തണുപ്പിക്കുന്നത്. ആംബിയൻ ടെമ്പറേച്ചർ വളരെയധികം കൂടുമ്പോൾ ചൂടുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ കുറേ നേരം ഫാസ്റ്റ് ആയിട്ടൊക്കെ പുഷ് ചെയ്യുന്ന സമയത്തൊക്കെ ഇൻലെറ്റ് എയർ ഗോയിങ് ഇൻ ടു ദ എഞ്ചിൻ ഈസ് റിയലി ഹോട്ട്. അത് 70 degrees ഒക്കെ ഉണ്ട് ഞാൻ പണ്ടൊരിക്കൽ മെഷർ ചെയ്ത സമയത്ത്, വിച്ച് ഈസ് ഓൾമോസ്റ്റ് ഡബിൾ ഓഫ് വാട്ട് ദ ആംബിയൻ്റ് എയർ ഈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ECU അതിൻ്റെ ഇഗ്നീഷനൊക്കെ ഒന്ന് റിട്ടാർഡ് ചെയ്യും. ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് പൊളിച്ചാൽ മതി എന്നൊക്കെ പറയും. അതിനുള്ളൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ എഞ്ചിൻ്റെ പ്ലേസ്മെൻ്റ് ആണ്. നമുക്ക് ടർബോയും എക്സോസ്റ്റും ഒക്കെ എഞ്ചിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. അത് പ്രോബ്ലം എന്ന് പറയുന്നത് ഇതിൻ്റെ ചൂട് ഈ ഒരു ബോണ്ടിൻ്റെ അകത്തുള്ള എഞ്ചിൻ ബേയുടെ ടെമ്പറേച്ചർ മുഴുവനായിട്ട് അങ്ങ് റേസ് ചെയ്യും. സോ ആ ഒരു ലിങ്കറിങ് ഹീറ്റ് കാരണമാണ് നമുക്ക് പലപ്പോഴും ഹീറ്റ് സ്റ്റോക്ക് വരുന്നത്. 1 ലിറ്റർ TSIയിൽ ഈ എഞ്ചിൻ റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. സോ ടർബോ ഒക്കെ ആ സൈഡിലാണ്. ഇൻടേക്കിന് കുറച്ചും കൂടി ഫ്രഷർ എയർ, കോൾഡർ എയർ തന്നെ കിട്ടുന്നുണ്ട്. സോ ദാറ്റ് വേ കണ്ടിന്യൂസ് സസ്റ്റെയിൻ പെർഫോമൻസ് ഈസ് മച്ച് ബെറ്റർ വിത്ത് ദാറ്റ് എഞ്ചിൻ. അപ്പോൾ നമുക്ക് സസ്റ്റെയിൻ പെർഫോമൻസ് വേണം, കണ്ടിന്യൂസ് ആയിട്ട് പുഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദ ന്യൂ EA211 ഈസ് എ ബെറ്റർ എഞ്ചിൻ. ബെറ്റർ ഫ്ലോയിങ് ഹെഡാണ്, 4 valves per cylinder ആണ്, DOHC ആണ്. ഇത് SOHC ആണ്, 8 valve ആണ്. അപ്പോൾ അതായത് ഒരു സിലിണ്ടർ കുറവാണെങ്കിലും ടോട്ടൽ നമ്പർ ഓഫ് വാൽവ്സിൻ്റെ എണ്ണം നോക്കുകയാണെങ്കിൽ 1 ലിറ്ററിന് ഇതിലും കൂടുതൽ വാൽവ്സ് ഉണ്ട്. സോ ഇറ്റ് ഹാസ് എ ബെറ്റർ ഫ്ലോയിങ് ഹെഡ്, ഇറ്റ് ഹാസ് ബെറ്റർ പെർഫോമൻസ്. കുറച്ചും കൂടി സ്ട്രോങ്ങർ ഇൻറ്റേർണൽസ് ആണ്. നമുക്ക് അതിൻ്റെ കണക്റ്റിംഗ് റോഡ്സ് ഒക്കെ ഫോർജ്ഡ് ആണ്. അതുപോലെ സ്റ്റീൽ ക്രാങ്ക് ഷാഫ്റ്റും ഫോർജ്ഡ് ആണ്. സോ ഇറ്റ്സ് എ മച്ച് ബെറ്റർ എഞ്ചിൻ. കുറേ കൂടി ട്യൂണബിലിറ്റി ഒക്കെ ഉണ്ട്. ഇറ്റ് ഓൾസോ പ്രൊഡ്യൂസസ് മോർ പവർ. 115 bhp ഉണ്ടാക്കുന്നുണ്ട്. 200 cc കുറവാണെങ്കിലും ഇതിനേലും 10 bhp കൂടുതലാണ്. അപ്പോൾ അതായത് എല്ലാ മെഷറബിൾ വേയിലും ദാറ്റ്സ് എ ബെറ്റർ എഞ്ചിൻ ദാൻ ദിസ്, എക്സെപ്റ്റ് വെൻ യു ഡു ദിസ്. അപ്പോൾ ആ ഒരു ഗിയർ ബോക്സ് ദാറ്റ് മേക്സ് ഓൾ ദ ഡിഫറൻസ്. നമുക്ക് എന്ത് ഷിഫ്റ്റാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ഡൂ ദാറ്റ്. ഇറ്റ് ഓൾവേസ് കീപ്സ് ദ എഞ്ചിൻ ഓൺ ബോയിൽ. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ഈ ഒരു എസ്റ്റിലിട്ട് കഴിഞ്ഞാൽ തന്നെ ഇറ്റ് വിൽ ഡൂ വാട്ട് യു വാണ്ട്. സ്റ്റിയറിംഗ് ഒക്കെ ഗസ്റ്റ് വർക്കാണ്. യു ഡോണ്ട് നോ ഹൗ മച്ച് ലോക്ക് ടു ഗിവ്.
ഹാൻഡ്ലിങ് നമ്മൾ വിചാരിക്കണ അത്രയൊന്നുമില്ല. ദ കാർ ഈസ് എ ലിറ്റിൽ ഇനേർട്ട്, നമുക്ക് സ്റ്റിയറിംഗ് ഫീലൊന്നുമില്ല. ഇറ്റ്സ് വെരി പ്രിസൈസ്. പക്ഷെ എന്നാലും ആ ഒരു ഫ്രണ്ട് വീൽസ് എന്താ ചെയ്യുന്നതെന്നൊന്നും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തരുമൊന്നുമില്ല. പോളോ GTTS ഓടിക്കണവർക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. പലരും വിചാരിക്കുന്നതിന് ഭയങ്കര ഹാൻഡ്ലിംഗ് ആണെന്നാണ്. പക്ഷേ ആക്ച്വലി കാർ കുറച്ചൊരു അണ്ടർ സ്റ്റിയർ പോലത്തെ ഒരു ബാലൻസ് ആണ്. പക്ഷേ ദ ഷാസി ഹാസ് ഗുഡ് ഗ്രിപ്പ്. നമുക്ക് ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ സ്റ്റെബിലിറ്റിയും ഈ ഒരു ഇതിൻ്റെ ഇടയിലുള്ള ഈ ഒരു ബാലൻസ് യു ഗെറ്റ് യൂസ് ടു ദാറ്റ്. വിത്ത് ബെറ്റർ ടയേഴ്സ്, കുറച്ചും കൂടി ലോ പ്രൊഫൈൽ ടയേഴ്സ് ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഒരു കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആയിരിക്കും. ദാറ്റ് ഗിയർ ബോക്സ് ഈസ് എ പെർഫെക്റ്റ് മാച്ച് ഫോർ ദിസ് കാർ. അപ്പോൾ അതൊക്കെയാണ് വെൻഡോ 1.2 TSIയുടെ പ്രത്യേകതകൾ. നമുക്ക് വലിയ എക്സ്പെൻസീവ് അല്ലാണ്ട് യൂസ് കാർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ പറ്റുന്നതും എന്നാൽ അത്ര തലവേദനകളില്ലാണ്ട് കൊണ്ടുനടക്കാൻ പറ്റുന്നതുമായ ഒരു ജർമ്മൻ സെഡാനാണ്. ഒരുവിധം ഫാമിലി കാർ എന്നുള്ളൊരു അപ്പീലും ഉണ്ട്. സോ വുഡ് യു കൺസിഡർ ദിസ് എന്നുള്ളതും, വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ മോഡിഫിക്കേഷൻസ് ആണ് ചെയ്യുക എന്നുള്ളതൊക്കെ ഒന്ന് കമൻസിൽ അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.